ആകാശവാണി സുഭാഷിതം അവതരിപ്പിക്കുന്നത് ശ്രീ നീലേശ്വരം സദാശിവൻ. ജീവിത വിജയത്തിനുള്ള മാർഗങ്ങളിൽ പ്രധാനമാണ് ഗുരുത്വം. ഗുരുത്വം എന്നതിന് ഗുരുവിൻ്റെ സ്ഥാനം, ഗുരുജനങ്ങളോടുള്ള ആദരം, ഗുരുവിൻ്റെ അനുഗ്രഹം, അന്തസ്സുള്ള പെരുമാറ്റം എന്നീ അർത്ഥങ്ങളുണ്ട്. വാക്കും പ്രവൃത്തിയും തമ്മിലുള്ള അന്തരവും, അർഹതയുള്ളവരെ ആദരിക്കാത്തതും, ഭാഗ്യങ്ങളിൽ അഹങ്കരിക്കുന്നതും, അല്പജ്ഞാനം മൂലമുള്ള അഹന്തയും ഗുരുത്വമില്ലായ്മയ്ക്ക് ഉദാഹരണങ്ങളാണ്. അത്തിപ്പഴത്തോളം അകനിന്ദയുണ്ടെങ്കിൽ അദിക്കിലെങ്ങും വിളങ്ങാ ഗുരുത്വം എന്ന ആപ്തവാക്യം പ്രസിദ്ധമാണ്. കൂടുതൽ അറിയുന്തോറും വിനയവും ഇനിയും കൂടുതൽ അറിയാനുണ്ടെന്ന ബോധവും ഉണ്ടാകുന്നത് ഗുരുത്വത്തിൻ്റെ സൂചനയാണ്. സത്യം വദ ധർമ്മം ചര എന്ന തത്വം ഗ്രഹിച്ചാണ് ഭാരതത്തിലെ ഗുരുകുലങ്ങളിൽ നിന്ന് പണ്ട് വിദ്യാർത്ഥികൾ പഠനം പൂർത്തിയാക്കി പുറത്തു വന്നത്. ശിഷ്യരെ സമ്പൂർണ്ണ മനുഷ്യരാക്കി തീർക്കുന്ന മഹത്തായ കർത്തവ്യമാണ് ഗുരുക്കന്മാർ നിറവേറ്റിയിരുന്നത്. ഗുരുസ്ഥാനീയരെ നമ്മൾ നമിക്കുമ്പോൾ ഇന്ത്യയുടെ ആത്മബോധത്തെയും ആത്മസംസ്കാരത്തെയും ആദരിക്കുകയാണ് ചെയ്യുന്നത്. അന്തമറ്റ സുഹൃതഹാരങ്ങൾ അപ്പോൾ നമ്മുടെ അന്തരാത്മാവിൽ എത്തിച്ചേരുന്നുമുണ്ട്. അനേകം ഗുണങ്ങളുണ്ടെങ്കിലും ഗുരുത്വം എന്ന മൂന്നക്ഷരത്തിൻ്റെ കുറവ് പരാജയത്തിന് വഴിതെളിക്കും. രാമായണത്തിലെ രാക്ഷസ രാജാവായ രാവണന് സമ്പത്തും ശക്തിയും വേണ്ടുവോളം ഉണ്ടായിരുന്നു. എന്നാൽ അന്യന്റെ ഭാര്യയെ അപഹരിച്ചു എന്ന അക്ഷന്തവ്യമായ ഗുരുത്വദോഷം രാവണന്റെ സർവനാശത്തിനും കാരണമായി. പ്രപഞ്ചത്തിന്റെ സുസ്ഥിരതയ്ക്ക് ഭൂഗുരുത്വം പ്രധാന പങ്കുവഹിക്കുന്നു. അതുപോലെ മനുഷ്യരുടെ നിലനിൽപ്പിനും പുരോഗതിക്കും ഗുരുത്വം അനിവാര്യമാണ്. മഹാന്മാരുടെ എല്ലാ കർമ്മവും ഗുരുത്വത്തിൽ അധിഷ്ഠിതമാണ്. ഗുരുത്വം എന്നതിൻ്റെ വിപരീതം ലഘുത്വം അഥവാ നിസ്സാരമായ അവസ്ഥ എന്നാണ്. മാതാപിതാക്കളെ അംഗീകരിക്കാത്തതും ആദരിക്കാത്തതും ഏറ്റവും വലിയ ഗുരുനിന്ദയാണ്. അകക്കണ്ണു തുറപ്പിക്കാൻ ആശാൻ ബാല്യത്തിലെത്തണം എന്നാണല്ലോ പ്രമാണം. ഗുരുത്വപൂർവം പെരുമാറാനുള്ള പരിശീലനം കുട്ടികൾക്ക് വീട്ടിൽ നിന്നും വിദ്യാലയത്തിൽ നിന്നും ലഭിക്കണം. ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ പ്രായാധിക്യമുള്ളവർക്ക് ഇരിപ്പിടം ഒഴിഞ്ഞു നൽകി ആദരിക്കുന്നവരും ആവശ്യപ്പെട്ടാലും ഒഴിഞ്ഞു കൊടുക്കാൻ വിസമ്മതിക്കുന്നവരുമുണ്ട്. ഇത് രണ്ടും യഥാക്രമം വളർത്തു ഗുണത്തിനും വളർത്തു ദോഷത്തിനും ഉള്ള ഉദാഹരണങ്ങളാണ്. വാഹനം ഓടിക്കുമ്പോൾ ചിലർ കാണിക്കുന്ന നിയമലംഘനവും അശ്രദ്ധയും അഹങ്കാരവും ഗുരുത്വമില്ലായ്മയാണ്. വലത് കൈയിലെ തള്ളവിരൽ മുറിച്ച് ഗുരുവിന് ദക്ഷിണയർപ്പിച്ച ഏകലവ്യന്റെ ഗുരുത്വം പ്രസിദ്ധം തന്നെ. എന്നാൽ ശിഷ്യന്റെ തള്ളവിരൽ ഗുരുദക്ഷിണയായി അഭ്യർത്ഥിച്ചു വാങ്ങിയ ദ്രോണാചാര്യരുടെ ലഘുത്വമാണ് വേദവ്യാസൻ മഹാഭാരതത്തിൽ കരിപുരണ്ട കഥയായി ചൂണ്ടിക്കാണിക്കുന്നത്. നിലയ്ക്കു നിന്നാൽ മലയ്ക്കു സമം എന്നാണല്ലോ പഴഞ്ചൊല്ല്. അതുപോലെ ഗുരുത്വമുള്ളവരെ എല്ലാവരും ആദരിക്കും. ഗുരുത്വം നൽകേണ്ടതും കിട്ടേണ്ടതുമാണ് എന്ന തിരിച്ചറിവ് എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഗുരുത്വം വില കൊടുത്ത് വാങ്ങാൻ സാധ്യമല്ലെന്നും ഓർക്കണം. സുഭാഷിതം അവതരിപ്പിച്ചത് ശ്രീ നീലേശ്വരം സദാശിവൻ.